ബ്രഹ്മദത്തൻ എന്ന് പറഞ്ഞ ആളാണ് നടത്തുന്നത്. ഇത് നടത്തിക്കൊണ്ടിരുന്ന സ്ത്രീയുടെ മരണപ്പെട്ടിട്ട് 2 വർഷമായി. അവരുടെ 3ാമത്തെ ഭർത്താവാണെന്നാണ് ഇവിടെ പറഞ്ഞ വിവരം. 3ാമത്തെ ഭർത്താവ് ബ്രഹ്മദാസ് എന്ന് പറയുന്ന ഇദ്ദേഹം അവരുടെ 3ാമത്തെ ഭർത്താവാണ്. ഇദ്ദേഹമാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ബ്രഹ്മദാസാണ് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് പോയിട്ടാണ് ഈ 9 അച്ഛന്മാരെയും 3 അമ്മമാരെയും ഏറ്റെടുത്ത് കൊണ്ടുവന്നത്. 2 പേർക്ക് മാത്രം താമസിക്കാൻ കഴിയുന്ന ഈ സ്ഥാപനത്തിൽ ഈ 12 പേരെയും ഒന്നിച്ചായിരുന്നു നടത്തുന്നത്. ഒരു നിയമവും പാലിച്ചിട്ടില്ല, ഒരു വൃത്തിയില്ലെന്ന് മാത്രമല്ല ഈ അമ്മമാരെ അച്ഛന്മാരെ ഒന്നിച്ചാണ് കിടത്തുന്നത്. സ്ത്രീയും പുരുഷന്മാരെ ഒന്നിച്ച് കിടത്തുന്നു. എന്നിട്ട് ഇവിടെ ആ അമ്മമാരെ 80 വയസ്സുള്ള അമ്മയെ നഗ്നമായി എടുത്തുകൊണ്ടുപോയി അടുത്ത റൂമിൽ കൊണ്ടുപോയി പീഡനം നടത്തിയെന്നാണ് പറയുന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തത്. ഇതിപ്പോൾ ഈ സംഭവം പുറത്തറിയുന്നത് തന്നെ ഈ അമ്മമാരെ എപ്പോഴും പൂട്ടിയാണ് ഇട്ടേക്കുന്നത്. അമ്മമാരെ അച്ഛന്മാരെ ഇവിടെ ആരെങ്കിലും വന്നാൽ പരിസരവാസികൾക്കൊന്നും ഇവിടെ കയറി വരാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു 8 പട്ടികളുണ്ട്. പിന്നെ ഇവിടെ എപ്പോഴും ലോക്ക് ചെയ്തിരിക്കുന്നു. ആരും ഇല്ലാത്ത പോലെയാണ് തോന്നുന്നത്. അവിടെ ഈ 10-20 ഏക്കറിനകത്ത് ഒരു സ്ഥാപനം മാത്രമാണ്, ഈ ഒരു ബിൽഡിംഗ് മാത്രമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തോട്ട് ആരും കയറി വരാനില്ല. ഇന്നലെ ഈ അമ്മമാർ ഇദ്ദേഹം എവിടെയോ പുറത്തെങ്ങാണ്ട് പോയപ്പോൾ പൂട്ടാൻ മറന്നുപോയി. അതുകൊണ്ട് പുറത്തിറങ്ങി ഒരു വീട്ടിൽ ചെന്നു, അഭയം പ്രാപിച്ചു. ഈ 2 അമ്മമാർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയതാണെന്നാണ് പറയുന്നത് അമ്മമാർ പറയുന്നത്. എന്നിട്ട് അവർ ആ വീട്ടിൽ ചെന്നിട്ട് ഈ കഥ പറഞ്ഞപ്പോഴാണ് പുറം ലോകം ഇത് അറിഞ്ഞപ്പോൾ വളരെ പ്രാകൃതമാണ്, പൈശാചികമാണ്. ഈ 80 വയസ്സുള്ള അമ്മമാരെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ ഒരു ചെറുപ്പക്കാരിയായ സ്റ്റാഫിനെ ഇവരെയൊക്കെ നോക്കാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നു. ഒരാളെ നോക്കിയാൽ മതിയെന്നും പറഞ്ഞ് അവരെ കൊണ്ടുവന്ന് അവരെ കഴിഞ്ഞ ദിവസം പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ നിരവധിയായ കഥകൾ. അതിൽ അന്വേഷിച്ചറിഞ്ഞപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. ഇവിടുത്തെ ഈ നടത്തിപ്പുകാരിയായിരുന്ന സ്ത്രീയുടെ മകൾ 18 വയസ്സുള്ള കുട്ടി 2 വർഷം മുമ്പ് തൂങ്ങിയ നിലയിൽ കണ്ടു. അതിനെക്കുറിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് സംശയമുണ്ട്. അതിനെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണം, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നടന്ന മരണത്തെക്കുറിച്ചോ? ഇവിടെ നടന്ന മരണം നടന്നിട്ടുണ്ട് ഇതിനകത്ത്. ഇതിനകത്ത് 3 പേര്, ഈ അമ്മമാർ പറയുന്നത് 3 പേരെ ക്രൂരമായി പീഡിപ്പിച്ച് കൊല ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് അന്വേഷണം വേണം. ഞങ്ങൾ കഴിഞ്ഞ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുമായി ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഫോണിൽ സംസാരിച്ചു. മന്ത്രി എന്നെ നിരവധി തവണ വിളിച്ചു, ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു. അവർ ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം കൊടുക്കും, സാമൂഹ്യനീതി വകുപ്പിന് ഇതിൻ്റെ സ്പെഷ്യലായ റിപ്പോർട്ട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഗാന്ധി ഭവനുമായി ബന്ധപ്പെട്ട് ഈ 12 പേരിൽ 11 പേരെയും ഗാന്ധി ഭവനിലേക്ക് കൊണ്ടുപോയി ഒരമ്മയെ പീഡനം നടന്നു എന്ന് പറയുന്ന ആ പീഡനം നടന്ന അമ്മയെ, പാവപ്പെട്ട ആ അമ്മച്ചിയെ മെഡിക്കൽ എടുത്തതിന് ശേഷം ഗാന്ധി ഭവനിലേക്ക് മാറ്റുക. എന്നാൽ 12 പേരെയും ഗാന്ധി ഭവനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വളരെ ഞാൻ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുമായും ബഹുമാന്യനായ ബിന്ദു കൃഷ്ണയുമായും അവരെന്നെ 10ഓളം തവണ വിളിച്ചു. അതിനുശേഷം ബഹുമാന്യ ഗാന്ധി ഭവൻ സോമരാജൻ സാർ ഓർഫനേജ് കൺട്രോൾ ബോർഡ് മെമ്പറാണ്, അദ്ദേഹവുമായി വിളിച്ചു. അവിടെ പെട്ടെന്ന് തന്നെ അത് ക്രമീകരിച്ചു. ഇവിടെ വയോജന കമ്മീഷൻ ചെയർമാനും ടീമും വന്നിരുന്നു. അവർ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഗാന്ധി ഭവനിൽ നിന്ന് തന്നെ ടീം വന്നാണ് ഇവരെ കൊണ്ടുപോയിട്ടുള്ളത്. വളരെ മൃഗീയമായ സംഭവങ്ങളാണ് ഇവിടെ അരങ്ങേറിയിട്ടുള്ളത്. നമുക്ക്